വെൽക്കം ടു ഗ്രീൻ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്, അതായത് ബീഫ് റോസ്റ്റ് റെസിപ്പി. അപ്പോൾ നമ്മളൊപ്പം ഇന്ന് ഇൻട്രോ പറയാൻ ഇവനും കൂടി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റെസിപ്പി കാണാം. അപ്പം അമ്മ അവിടെ കിച്ചണിലിരുന്ന് നമ്മുടെ വെജിറ്റബിൾസ് അല്ല, ഓണിയനും ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് നമുക്ക് റെസിപ്പിയും കാണാം. പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അമ്മ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോന്ന് നോക്കാം. ഹായ്, അപ്പോൾ ഞാൻ നമ്മുടെ ബീഫ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ 1 കിലോ ബീഫാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ബീഫ് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ബീഫ് നമ്മുടെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കറിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇല്ലേ, നമ്മൾ ഈ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തില്ലേ, നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ ഒരു 2-3 കഷ്ണം എല്ലും പിന്നെ കുറച്ച് നെയ്യ്, സ്വല്പം ഇങ്ങനെ ഉരുകാത്ത നെയ്യ് നോക്കി നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ബീഫിലിട്ടാലാണ് നമ്മുടെ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. നെയ്യും എല്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് അത്ര രുചി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ബീഫ് മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാള കൂടി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീതിയിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് ഇടുന്നത്. ഇതുപോലെ ഇങ്ങനെ വീതിയിൽ ആണ് കട്ട് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സവാളക്ക് പകരം ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ നമുക്ക് ഈ സമയം ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ബീഫിനൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ. കുറച്ച് ബീഫ് മസാല കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതെല്ലാം ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചല്ല, ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് അപ്പൊ ഇത് നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, കാരണം ഇതിനകത്തുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. അപ്പൊ നമുക്കിത് വേഗം തന്നെ അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെക്കാം. അമ്മ, ഈ ബീഫിന് ഉണ്ടാക്കാൻ എത്ര സ്റ്റീം വരണം? ബീഫിന് നമ്മളിപ്പോ അടുപ്പത്ത് വെച്ചില്ലേ, അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ ആദ്യം ഒരു സ്റ്റീം വരും. ആ സ്റ്റീം വരുന്ന സമയത്ത് നമുക്ക് സിമ്മിലിട്ടിട്ട് വീണ്ടും ഒരു 5-6 സ്റ്റീം കൂടി വന്നു കഴിയുമ്പോൾ ഓഫാക്കാം. അതായത് ബീഫിന് നല്ല വേവ് ഉണ്ടല്ലോ, നന്നായിട്ട് വെന്ത് വരണം. അമ്മ, ബീഫ് കറി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ എടുത്തേക്കുന്നത്? ബീഫ് കറി ഉണ്ടാക്കാൻ നമ്മൾ ഒരു സവാള നമ്മുടെ കുക്കറിനകത്ത് ബീഫ് വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ ഇത് കണ്ടോ, 4 സവോള, 2 തക്കാളി, പിന്നെ പച്ചമുളക് ചെറുതായതുകൊണ്ട് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി കേട്ടോ. അപ്പൊ ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തേക്കണത് കേട്ടോ. പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാട്ടോ. ഇപ്പൊ 4 സവാള വേണം, 5 സവാള വേണമെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു റൂളൊന്നുമില്ല. പക്ഷേ ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയൊക്കെ കൂടുതലായിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ കറിക്ക് അതുപോലെ ടേസ്റ്റ് കൂടുതലായിട്ട്. ഫ്രണ്ട്സ്, നമ്മുടെ കുക്കറിന് ഒരു സ്റ്റീം വന്നപ്പോഴത്തേനും ഞാൻ അടുപ്പ് സിമ്മിലിട്ടു. ഇനി നമുക്കൊരു 5-6 സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ പൊടികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ സവാള എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടിയും പേസ്റ്റ് ആക്കി എടുത്തിട്ടോ. കാരണം നമ്മളെ ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിലും ഞാനാണെങ്കിലും ഇഞ്ചി മാറ്റി വെച്ചിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അതേസമയം ഇങ്ങനെ പേസ്റ്റ് ആക്കി നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 തക്കാളി ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, അതെല്ലാം പേസ്റ്റ് ആക്കിയത്. പിന്നെ പച്ചമുളക് എല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാട്ടോ, എങ്ങനെ വേണമെങ്കിലും. കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ എന്തോരം എടുത്തിട്ടുണ്ട് എന്നുള്ളത് കുക്ക് ചെയ്യുമ്പോൾ അതിലിടുമ്പോൾ ഞാൻ പറയാം കേട്ടോ അളവൊക്കെ. പിന്നെ ഇത് ഒരു ഇതില്ലേ ചെറുനാരങ്ങയുടെ ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബീഫ് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും ഇത് കണ്ടോ, ഇതിനകത്തുനിന്ന് നെയ്യും വെള്ളവും എല്ലാം ഊറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ വെച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ബീഫിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 4 സവാള നേരിയതായിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് വേണം കേട്ടോ നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയുടെ എല്ലാ ഒരു പച്ച സ്മെല്ലെല്ലാം മാറി നന്നായിട്ട് വഴന്ന് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, പച്ച സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല പൗഡറും നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൊടികൾ ഇടുന്ന സമയത്തെല്ലാം നമ്മൾ അടപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അതായത് അതിൻ്റെ ആ ഒരു പച്ചമണം എല്ലാം മാറി വരണ വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ബീഫ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇത് കണ്ട നമ്മുടെ ബീഫിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് 2 തണ്ട് വേപ്പിലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ച ആ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ പകുതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഇത്രയും പണിയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. ഇനി നമുക്കില്ലേ ഇതിനകത്തേക്ക് പച്ച മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ച മല്ലി ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറിയുടെ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൂടെ കഴിക്കാൻ ചപ്പാത്തിയാണ് ഇട്ട് കൊടുത്തത്. ഇന്ന് നമുക്ക് രാവിലെ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ആ ചപ്പാത്തി നമ്മുടെ ബീഫ് റോസ്റ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജഡ്ജ് ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. ഉണ്ണിക്കുട്ടനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത്. അപ്പൊ വായിൽ വെച്ച് കൊടുക്കാം. എന്തൊക്കെയാണല്ലേ ജഡ്ജിനെ വായിൽ വെച്ച് കൊടുക്കണത്, എൻ്റെ പേര് വയ്യ. അപ്പൊ അതെ ഞാൻ ഒരു ചെറിയ പീസ് ചപ്പാത്തിയും നമ്മുടെ ബീഫും എടുത്തിട്ടുണ്ട്. അതെ സവാള വേണോ നോക്ക്. അതെ സവാളയും എല്ലാം എടുത്തിട്ടുണ്ട്. സൂപ്പറാണ്ടോ ഈ ബീഫ്. ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, സൂപ്പറാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് വേറൊരാള് ടേസ്റ്റ് ചെയ്യാൻ നീ മതിരിക്കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടന്റെ അമ്മയാണ് അമ്മ. അവനെ ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. പോവാണോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട്. അയക്കം കൊടുത്തിട്ടോ ഒരു ചപ്പാത്തിയും ബീഫും കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. എടുത്തിട്ടുണ്ട് ഒരു ബീഫും ഇത്തിരി ഗ്രേവിയൊക്കെ എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അവനും കൂടി ഒരെണ്ണം കൊടുക്കാം കേട്ടോ. അവനും ഒരു ചപ്പാത്തിയും ബീഫും നടാ. അവനൊക്കെ കൊടുക്കാം. നടാതെ ഉണ്ണിക്കുട്ടന് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പറ ഉണ്ണിക്കുട്ടൻ പറ. കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ ബൈ.
അമ്മ തിന്നണത് നോക്കി കൊതി വിട്ട് ഇവൻ അവിടെ ഇരിക്കണോ? അവനും കൊടുക്ക്.